എന്തോ ജീവിതത്തിന്റെ വേവലാതിയും തലയിൽ വെച്ചിട്ട് നടന്നു പോവാണ്. അതേതെങ്കിലും ഒരു മകളെ കെട്ടിക്കാനുള്ള പ്രയാസമാണോ? വീട് വെക്കാനുള്ള മോഹമാണോ? ജീവിതത്തിന്റെ ഈ കഥനകരമായ അധ്യായങ്ങൾ പോരാൻ നേരത്ത് ഉപ്പ കെട്ടിപ്പിടിച്ച് കരഞ്ഞ നേരം, മോനെ ഇനി നീ വരുമ്പോളടാ ആരോഗ്യത്തോടെ ഞാനിങ്ങനെ ബാക്കിയാകുമോടാ മോനെ, നീ വരുമ്പോ ഞങ്ങൾ കുടുംബത്തോടെ ഒന്നോടുണ്ടാകുമോടാ മോനെ, ഞാനും ഉമ്മയും നിന്നെ സ്വീകരിക്കാനുണ്ടാകുമോടാ മോനെ. കണ്ണ് തുടക്കുന്ന പിതാവ് നനഞ്ഞ കണ്ണ് മറ്റുള്ളവരെ കാണിക്കാതെ പെട്ടിയെടുത്തിറങ്ങിപ്പോരുന്ന മകൻ, സഹർ ഹോ ചുകീ ഹേ സിതാരോം ഗയേ ഹേ, പ്രഭാതമാകാൻ പോണ നേരമായിട്ടും സിതാരോം ഗയേ ഹേ, എല്ലാ നക്ഷത്രങ്ങളും പോയി മറഞ്ഞു പോയിരിക്കുന്നു. ശബേഗം കിയേ ഭി സഹാരേ ഗയേ ഹേ, ദുഃഖമാകുന്ന ഈ രാവിന്റെ ഒടുക്കത്തെ ആലംബം പോലും പോയി അസ്തമിച്ചു പോയിരിക്കുന്നു. ലഹരോം കെ പൽ പർ ഹി ചൽതാ ഗയാ, കവി പറഞ്ഞ മാതിരിയാണ് മനുഷ്യന്റെ അവസ്ഥ. ലഹരോം കെ പൽ പർ ഹി ചൽതാ ഗയാ, ഞാനൊരു തിരമാലകളുടെ പാലത്തൂടെ അലമാലകളുടെ പാലത്തൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ തിരമാലകളുടെ മുതുകത്തൂടെ സഞ്ചരിക്കുകയാണെന്ന്, ഞാൻ ഏറ്റവും സ്വർഗീയമായ ജീവിതത്തിലാണെന്ന്, ഞാൻ ഏറ്റവും സുഖകരമായ അവസ്ഥയിലാണെന്ന്. പക്ഷേ മഗർ ബഹുത് ദൂർ മുझसे കിനാരെ ഗയേ ഹേ, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ തീരം എന്നെ വിട്ടണഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നാട് വിട്ടുപോന്നു, എന്റെ തീരം അകലെയായി പോയി. ഞാൻ നടുക്കടലിൽ അകപ്പെട്ടു പോയി. എന്റെ കുടുംബവും എന്റെ മക്കളും എന്റെ പരിസരവും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരാണ് എന്നെ പോലുള്ളവർ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നാടിനെ സമ്പന്നമാക്കി, നിങ്ങൾ കഷ്ടപ്പാടിനെ അറുത്തി വരുത്താൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം അധ്വാനം ചെയ്യുന്നവർ, നിങ്ങൾ കഷ്ടപ്പാടിനോട് മരുഭൂമിയിൽ ഏറ്റുമുട്ടുന്നവർ, നിങ്ങൾ മരുഭൂമിയിലെ ചൂടിനോട് മല്ലടിക്കുന്നവർ, നിങ്ങൾ നാടിനെ പച്ചപ്പിലേക്ക് നയിക്കാൻ, ക്ഷേമത്തിലേക്ക് നയിക്കാൻ വിദേശത്ത് പോയിട്ട് ചോരനീരാക്കിയിട്ട് അധ്വാനിക്കുന്നവർ, നിങ്ങൾ അങ്ങേയറ്റത്തെ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും കിടക്കുമ്പോഴും സ്വന്തം നാടിനെയും പറന്ന കുടുംബത്തെയും ജനങ്ങളെയും മറന്നു കളയാത്തവർ, നിങ്ങൾ പാവപ്പെട്ടവരെ മറക്കാത്തവർ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നവർ, നിങ്ങളോട് വന്നിട്ട് സത്യത്തിൽ എന്നെ പോലുള്ള പൊതുപ്രവർത്തകർ വന്ന് പറയേണ്ടത് മാപ്പാണ്. ഒരു വട്ടമല്ല പലവട്ടം മാപ്പാണ്. നാട്ടിലൊരു സൗകര്യമില്ലാതെ പോയതിന്റെ പേരിൽ, നാട്ടിൽ വേണ്ട പോലെ ജോലി കൊടുക്കാനുള്ള സംവിധാനം നാട്ടിലെ സർക്കാരിനോ പൊതുഭരണ സ്ഥാപനങ്ങൾക്കോ ഇല്ലാതായതിന്റെ പേരിൽ വിദേശത്ത് പോയി കഷ്ടപ്പെടേണ്ടി വന്ന സഹോദരന്മാർ,